ഒരു ട്രാപ്പ് കാണുന്നുണ്ട് ഇവിടെ. പോകുന്ന വഴിയിൽ എന്തോ ഒരു തടസ്സം. ആ തടസ്സം മറികടക്കാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് മറഞ്ഞു നിൽക്കുന്ന ഒരു വേട്ടക്കാരൻ. അപ്പോൾ ഇതൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾക്ക് ഒരു സാഹചര്യം ഇട്ട് തന്നിട്ട് മറ്റൊരു വഴിയിലൂടെ നിങ്ങളെ തളർത്തുവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ശ്രദ്ധിക്കുക. സ്പിരിച്വലി എന്തൊക്കെയോ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാകും. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയോ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി കാണാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് വഴികാട്ടിയാകും. നിങ്ങളുടെ ശരിയായ പാത കാണിച്ചു തരുകയും പലർക്കും ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആരോഗ്യ കാര്യങ്ങളിലും ദിനചര്യയിലും എന്തെങ്കിലും തടസ്സങ്ങളോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയായി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കൃത്യമായി ഫോളോ ചെയ്യാനുള്ള വഴികൾ തുറന്നുവരും. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതായിരിക്കും. എല്ലാവരാലും അംഗീകരിക്കപ്പെടുവാനും കുറച്ച് പേരെയെങ്കിലും മുന്നിൽ നിന്ന് നയിക്കുവാനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സെൻസിറ്റീവായ കാര്യങ്ങൾ അതിൻ്റെ സീരിയസ്നെസ്സോടെ കൈകാര്യം ചെയ്യുക. നന്നായി ആലോചിച്ച് തന്ത്രപരമായി കാര്യങ്ങളെ സോൾവ് ചെയ്യുക. എടുത്തുചാടി തീരുമാനമെടുക്കുകയോ ആരെയും കുറ്റപ്പെടുത്തുകയോ സ്വയം പഴിക്കുകയോ ചെയ്യരുത്. സാഹചര്യത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മാത്രം പ്രവർത്തിക്കുക. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ് ലഭിച്ചിരിക്കുന്നത്. കുറച്ച് നാളുകളായി നേരിട്ട് കൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ സോൾവ് ആകാനുള്ള പണം നിങ്ങളുടെ കൈകളിൽ വരും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. പണവും നിങ്ങളുമായി ഒരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുക. പണത്തിൽ അഡിക്റ്റ് ആവരുത്, എന്നാൽ പണത്തിന് ഒരു മര്യാദ കൊടുക്കുക. പണത്തെ, അതായത് നോട്ടുകളെ ചുരുട്ടി കൂട്ടുകയോ ഒരുപാട് മടക്കാക്കുകയോ ചെയ്യാതെ ഒതുക്കി വയ്ക്കുക. പണം വയ്ക്കുന്ന ഇടം നിങ്ങളുടെ പേഴ്സ്, ഷെൽഫ് തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക. പണം വയ്ക്കുന്ന ഷെൽഫ് തുണികൾ വയ്ക്കാനും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കീറിയതും പഴയതുമായ തുണികൾ അതിൽ വയ്ക്കരുത്.